ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് മലപ്പുറം ജില്ലയിൽ തിരൂർ പച്ചാട്ടിരി എന്നുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ നൂർ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ നൂറിക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഞാൻ സുഹൈൽ റംസാൻ. വെൽക്കം ടു ഫുഡ് ട്രാവലർ. അപ്പോൾ ഇതാണ് നമ്മുടെ നൂർ ലേക്കിലെ നൂർ മുഹമ്മദിക്ക. സ്വാഗതം ഫുഡ് ട്രാവലിലേക്ക്. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ ഒരു തുടക്കം, ഇപ്പോൾ എത്ര നാളായി ഇതിങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം 18 വർഷത്തോളമായി. 2000 മുതൽ തന്നെ ഏകദേശം ഇതിൻ്റെ പിന്നെ തന്നെ ഉണ്ട്. 2002 മുതൽ പൂർണ്ണമായിട്ടും ഇതിന്മേൽ തന്നെ ഇതിൻ്റെ മരങ്ങളും മുളകളും അതെല്ലാം വെച്ച് പിടിപ്പിക്കലും ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന്മേൽ തന്നെ ഉണ്ട്. ഇത് തന്നെയായിരുന്നോ ഈ ഒരു പാഷൻ, അല്ലെങ്കിൽ ഇതിനോട് ഭയങ്കര ഒരു കമ്പം? ഇവിടെ ഒരു കുളമുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ രാവിലെ സ്വിമ്മിങ്, അതായത് വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള സ്വിമ്മിങ് ഉണ്ട്. പിന്നെ ഇതിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. പഠിക്കേണ്ട ആവശ്യക്കാർക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുണ്ട്, വലിയ ആൾക്കാരും എല്ലാവരും ഉണ്ട്. പിന്നെ അങ്ങനെ മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? അതിൻ്റെ ക്ലാസ്സൊക്കെ എപ്പോഴാണോ? അങ്ങനെ അത് ഞായറാഴ്ചയാണ്. അത് മറ്റേ നീന്തൽ എല്ലാ ദിവസവും രാവിലെ ഒരു 10 മണി വരെ എല്ലാ ദിവസവും. പിന്നെ ഇവിടെ ഈ പാർക്ക് ഫാമിലിക്ക് മാത്രമാണെന്ന് കേട്ടു. അതിൻ്റെ ഒരു ഇതെന്താണ്? ഒരു ഫാമിലിക്ക് മാത്രമെന്ന് വെച്ചാൽ അത് പിന്നെ നമ്മളെ ഇന്നത്തെ യുവ തലമുറകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ലഹരിൻ്റെ ഇതുണ്ട്. അപ്പോൾ അഡീഷനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവരോടുള്ള പിന്നെ വരുന്നവരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള ലഹരിയായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഇത് വരണ്ട എന്നുള്ള നിലക്ക്, അതായത് മദ്യപിച്ചിട്ടാവട്ടെ ഇനി മറ്റേത് രീതിയിലായാലും. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്ന ഒരാൾ, ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയത് ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ഫാമിലിനായിട്ട് എവിടെയും പോവില്ല. അപ്പോൾ ഫാമിലിനായിട്ട് ആക്കി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും മര്യാദക്കാരായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് നിയന്ത്രിക്കാവുന്ന ലഹരി അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അതുണ്ടാവില്ല എങ്കിലും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അവർ ഫാമിലിയായിട്ട് പുറത്തു പോകും. പിന്നെ ഇവിടെ ഈ ട്രിപ്പ് വരുന്ന സ്കൂളിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേക്കും വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ഇങ്ങനെ അത് എൻ്റെ ഉദ്ദേശം കുറേയൊക്കെ അത് തന്നെയാണ്. അതിവിടെ ഒരു 10-40ഓളം വെറൈറ്റി മുള, 40അല്ല 50ഓളം വെറൈറ്റി തന്നെ മുള ഉണ്ട്. ഒരു കുറേ തിരിച്ചറിയേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഇതിൽ സഹായത്തോടു കൂടി നമ്മുടെ തൃശ്ശൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് സെൻറ്റർ, പിന്നെ പിച്ചി, അപ്പോൾ അവരെ സയൻറ്റിസ്റ്റുകളൊക്കെ വന്നിട്ടൊക്കെ പേരൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഒക്കെ ബോർഡൊക്കെ ഇപ്പോൾ അടുത്ത് സ്ഥാപിക്കണം ഒക്കെ റെഡി ആയിട്ടുണ്ട്. അവരെയും കൂടി സഹായം വേണം ഒന്നുകൂടി. അത് കുറേ നെയ്മിട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കാരണമാണ്. അപ്പോൾ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കൂടി വിനിയോഗിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതായത് പിന്നെ മരങ്ങളുണ്ട്, പിന്നെ ഒരു ജൈവവൈവിധ്യം ആയിട്ടുള്ള സകല സാധനങ്ങളുണ്ട്. ഒന്നും ഇവിടെ നശിപ്പിക്കലില്ല. അത് മാത്രമല്ല ഇവിടെ ഈ ഒരുപാട് പച്ചക്കറികൾ കാണാറുണ്ടല്ലോ ചില സ്ഥലങ്ങളിലും. ചില പ്ലോട്ടുകളായിട്ട് പച്ചക്കറി ഉണ്ടല്ലോ. പച്ചക്കറിയാ അത് ഒരു സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ അതും കൂടി ഇങ്ങനെ ഒരു ഇൻക്ലൂഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പൂന്തോട്ടം ഒക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഫോട്ടോഗ്രാഫി ഇതിനാണ്ട് ഇവിടെ കൂടുതൽ ഇതൊക്കെ അങ്ങനെയുള്ള ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് പുതിയ ഭാവി പരിപാടികൾ? എന്താണ് ഭാവി പരിപാടി? ഇതിനെ ഈ നിലക്ക് നിലനിർത്തി പോവുക. അതായത് ഇതിനെ ഈ ഒരു എന്താ പറയുക, ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നിലനിർത്തി പോകലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അതിനെ നിലനിർത്തലാണ് ആദ്യ
പടി. അപ്പോൾ അതിനനുസരിച്ച് വേറെ ഉള്ളതൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഇതിൽ അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അങ്ങനെ ഈ ഗ്യാങ്ങുകളോ ഇപ്പം ചില ഗ്യാങ്ങുകൾ പ്രകൃതി ഗ്യാങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിയില്ല? അങ്ങനെയുള്ള ശ്രമം നടത്തിയിട്ടില്ല. അതൊക്കെ ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ കാരണം പറഞ്ഞല്ല, ഇപ്പോൾ ഒരാളെ കൊണ്ട് പറ്റാത്തത് ചിലപ്പോൾ ഒരു കൂട്ടായ്മയെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇത് സാധ്യത നോക്കിയിട്ടുണ്ടോ എന്നറിയാം? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല, അങ്ങനെ ശ്രമം നടത്തിയിട്ടില്ല. അത് പലപ്പോഴും അത് ആശയപരമായിട്ട് എല്ലാവരും ഒരേ ഇതിൽ യോജിച്ചോളണമെന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ ശരിക്കും ഈ ചമ്മലൊക്കെ വീണ് ദ്രവിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഞാനിപ്പോഴല്ല 10-25 വർഷമായിട്ട് പറമ്പിൽ എവിടെയും തീയിടുന്ന പരിപാടി ഇല്ല. അതൊക്കെ വീണ് മണ്ണിൽ ദ്രവിച്ചാൽ മണ്ണ് ജീവനോടെ എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. കാരണം പിന്നെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരം, അത് ജീവനുള്ള കാലത്ത് നമുക്ക് ഓക്സിജൻ തരുന്നത്, അത് വീണ്ടും അതിന് വേണ്ടിയിട്ട് വീണ് ഇതാകുമ്പോൾ അതിനെ നമ്മളെടുത്തടിച്ച് തീയിടുന്നത് ശരിയല്ല. അത് അതിന് ഭക്ഷണമാക്കാനുള്ള ഇതുള്ളതാണ് അത് പൊഴിക്കണത്. അപ്പോൾ അത് അച്ഛർക്ക് നമ്മൾ അതിനുള്ള അവസരം കൊടുക്കുക. അല്ല അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ഇവിടെ പലരും വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ പിന്നെ നടവഴിയൊക്കെ ഒന്ന് ഇൻ്റർലോക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ്. ആ ഇൻ്റർലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ സുഖം കിട്ടില്ല. കാരണം നടപ്പാതെ ഇങ്ങനെ കാണാനൊരു ഭംഗിയുണ്ട്, കണ്ണിന് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ചൂട്, അത് പിന്നെ ചൂട് വർദ്ധിക്കും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇക്കയുടെ വീട് തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി വീടാണെന്ന് ഞാനൊരു വീഡിയോയിൽ കാണലുണ്ടായി. ഒരു തടി കൊണ്ടുള്ള വീടാണെന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കാണലുണ്ടായി. ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ, അപ്പോൾ അതിലിങ്ങനെ കണ്ടിട്ടുണ്ടായി. അപ്പോൾ എന്തായാലും അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട് ഒരു എന്താ പറയുക, ഒരു എക്കോ ഫ്രണ്ട്ലി വീടാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഏത് സ്കൂളാണ്? GMUP സ്കൂൾ പാറക്കടവ്. പാറക്കടവ് എന്ന് പറഞ്ഞാൽ എവിടെ? പാറക്കടവ്, ചെമ്മാട്, തിരുവനന്തപുരം, മൂന്നിയൂർ. ഇവിടെ അടുത്ത് തന്നെയാണ്? അവിടെ അടുത്ത് ഏകദേശം ഒരു 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ. എങ്ങനെയുണ്ട് സ്ഥലം? കുഴപ്പമില്ല, ഉഷാറാണ്. നാച്ചുറലായിട്ട് എന്താ ഒരു തണലൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയ സ്ഥലമാണ്. അതെ. എത്ര കുട്ടികളുണ്ടായിരുന്നു? ഏകദേശം 69 കുട്ടികളുണ്ട്. 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന സ്കൂളാണ് ഈ GMUP സ്കൂൾ പാറക്കടവ്. മലപ്പുറം ജില്ലയിൽ തന്നെ UP സ്കൂളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്ന 1500ഓളം കുട്ടികളുണ്ട്. ഇതിപ്പോൾ LKG UKG കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിന് എല്ലാ കുട്ടികളും ഇല്ല, താല്പര്യമുള്ള കുട്ടികൾ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. കാലിത്. ഇത് കണ്ടില്ല, ഇങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ ഓരോരോ ഹട്ടുകൾ പോലെ, അല്ലെങ്കിൽ
ഒരു ചെറിയ ലാൻഡ് പോലെ ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഓരോരോ പാലം വന്നിട്ട് ഇങ്ങനെ കയറാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രസമാണ് ഇതിൽ കൂടി ഇങ്ങനെ കയറി പോകാനായിട്ട്. അപ്പോൾ നൂർ ലേക്കിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക. താങ്ക്